കിളിക്കൂട് സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നികേഷ് പറയുന്നത് ഓണം വരവായിട്ടില്ലേ, പിന്നെ നമുക്ക് ഓണാഘോഷിച്ചാലെന്താ? ഇത്രയും കാലം ഇവിടെ ഓണമെന്നോ വിഷുവെന്നോ ഒന്നും തന്നെ ഇല്ലായിരുന്നു, ഇനി എന്തോന്ന് ആഘോഷം എന്നൊക്കെ സുഭാഷ് ചോദിക്കുമ്പോഴത്തേക്ക് നിധി പറയുക, ഇനി ഈ പ്രാവശ്യം ഞാൻ ഇല്ലേ, അതുകൊണ്ടൊരു പ്രത്യേക ഓണം ആയിരിക്കാം നമുക്ക് എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് സുഭാഷ് പറയുക, ശരി എന്നാ മോളുടെ തീരുമാനം പോലെ നല്ലതുപോലെ നമുക്ക് ആഘോഷിക്കാം. അതും മാത്രമല്ല, നമുക്കിടെ എല്ലാ കാര്യങ്ങളും തടസ്സങ്ങളും നീങ്ങി ഓരോരുത്തർക്ക് ഓരോ കല്യാണം വരെയൊക്കെ ആയ സമയത്ത് നമ്മളിത് ആഘോഷിക്കാതിരുന്ന അതൊക്കെ വലിയ നഷ്ടാവില്ലേ എന്നൊക്കെ സുഭാഷിന്റെ അടുത്ത് പറയുന്നുണ്ട് നിധി. ആരെ ഉദ്ദേശിച്ചത്? എല്ലാവർക്കും എന്ന് വെച്ചാൽ സുധീഷിനെ കൂടെയാണോ ഉദ്ദേശിച്ചത്? അതെ, സുധീഷിനൊരു ഗായിനെ കിട്ടിയല്ലോ, അതിന്റെ ഒരു സന്തോഷം നമുക്ക് ഇതിൽ കൂടെ ആഘോഷിക്കാം എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കേട്ടത് നികേഷ് പറയുക, കൂടുതൽ കളിയാക്കിയൊന്നും വേണ്ട, സുഭാഷ് ഏട്ടൻ കളിയായിട്ട് തുടങ്ങിയതാ, പക്ഷെ ഇതൊക്കെ ഒരു സീരിയസ് ആയിട്ട് മാറി വരിക എന്നൊക്കെ പറയുന്ന കേട്ടിട്ട് നിധി പറയുക, ആര് കാണാൻ വേണ്ടിയാ ഇങ്ങനെയൊക്കെ കാണിച്ചത്, പക്ഷെ ആ കൊച്ചിന്റെ കാര്യം ആലോചിക്കുമ്പോൾ വല്ലാത്തൊരു വിഷമം എന്നൊക്കെ നിധി പറയുന്നുണ്ട്. എന്തായാലും ഓണാഘോഷത്തിന്റെ കാര്യത്തില് നമുക്ക് അതിനെ കുറിച്ചൊന്നും ചിന്തിക്കണ്ട, എന്തായാലും എല്ലാവരും വിളിച്ച് പറയും നമുക്ക് ഈ പ്രാവശ്യത്തെ ഓണം അടിപൊളിയാക്കണമെന്ന്. ആ സമയത്ത് തന്നെ ഉടനെ സുധീഷിനെ വിളിക്കുന്നുണ്ട് നികേഷ്. നമുക്ക് ഒരു കാര്യം തീരുമാനിച്ചിട്ടുണ്ട്, അതിന് ചേട്ടൻ കൂടെ നേരെ നിൽക്കണം. എന്താ? നമുക്ക് ഓണം ആഘോഷിക്കണം. നമ്മളൊരു തീരുമാനം എടുത്തു, ഇത്രയും കാലം ഉള്ളത് പോലെ ഒന്നുമല്ല, ഗംഭീര ഓണമായിരിക്കണം. ഈ സമയത്ത് സുധീഷ് പറയുക, ഒന്നും വേണ്ട, ദീപാവലിയിലേ നടന്നുകൊണ്ടിരിക്കുന്നത്, എന്നും പടക്കം പൊട്ടല. എന്റെ ജീവിതത്തിൽ ഇപ്പോഴത്തേക്കും ഓരോരോ ഏതൊക്കെ രീതിയിലാ തടസ്സങ്ങളൊക്കെ വരാൻ പോകുന്നതെന്ന് അറിയില്ല. അതെന്താ തടസ്സം എന്ന് പറയുന്നത്? അല്ല, ഗായിന്റെ കാര്യത്തിൽ ഞാൻ അത് വിട്ട കാര്യമോ, പക്ഷെ എന്ത് കാണിക്കാനാ, അവളാണെങ്കിൽ എന്നെ വിളിച്ച് വിളിച്ച് ശല്യം ചെയ്തുകൊണ്ടിരിക്കുക. രാവും പകലും ഇല്ലാതെ ഫോൺ വിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആലോചിക്കണം, പെൺപിള്ളേർക്ക് ആശ കൊടുക്കുമ്പോഴത്തേക്കും ആലോചിക്കണം എന്നൊക്കെ നികേഷ് പറയുന്നുണ്ട്. നീ വെച്ചിട്ട് പോ അങ്ങോട്ടെന്നൊക്കെ പറഞ്ഞ് സുധീഷ് ഫോൺ വെക്കുന്നുണ്ട്. അങ്ങനെ വീട്ടിലേക്ക് വരുമ്പോഴത്തേക്കും എന്താ ഒരു മൗനരാഗം പോലുള്ള മിണ്ടാതെ ഒരു വരവാണല്ലോ, എന്ത് പറ്റി എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എല്ലാവരും കൂടെ ആയിട്ട് കളിയാക്കുന്നുണ്ട്. നിധി ആദ്യം ചോദിച്ചത്. അപ്പോഴത്തെ സുധീഷ് പറയാ, ഒന്നുമില്ല, അല്ലെങ്കിൽ പണ്ടത്തെ പോലെ ഉന്മേഷമൊന്നുമില്ല, അല്ലെങ്കിൽ തുള്ളിച്ചാട്ടവും ബഹളവും ഒക്കെ ആയിരുന്നില്ലേ വീട്ടിനകത്ത് എന്നെ കളിയാക്കലും, പക്ഷെ ഇപ്പൊ അതൊന്നുമില്ല. ഒരിടത്ത് വന്നാൽ മിണ്ടാതെ അടങ്ങിയിരിക്കും. അങ്ങനെയൊന്നും ആവാൻ പാടില്ല, ഓണം വരുന്നത്, അതുകൊണ്ട് നല്ലതുപോലെ ഡാൻസും പാട്ടും പൂക്കളിടലും എല്ലാം കൊണ്ട് നമുക്ക് ഗംഭീരമാക്കണം. അതിന് നമുക്ക് ഒരു കാര്യം ചെയ്യാം, അതിന് നമുക്ക് കുറെ പേരെ വിളിക്കണം. ആരൊക്കെയെന്ന് വെച്ചാൽ നീതു, ചാന്ദിനി, പിന്നെ ഇപ്പോൾ സുധീഷിന് ഒരു പ്രേമം ഉണ്ടല്ലോ, ആ കുട്ടി കൂടെ വിളിക്കാൻ, ഗായു. അതുകൊണ്ട് ഗംഭീരം ഓണാക്കാൻ വേണ്ടി അവളെ വിളിക്കലും വേണ്ട എന്നൊക്കെ സുധീഷ് പറയുന്നുണ്ട്. വേണ്ട, നീ പോയി വിളിക്കണ്ട, ഞങ്ങൾ എന്നെ പോയി വിളിക്കാം, വാ വണ്ടി എടുക്കടാന്ന് പറഞ്ഞ് നികേഷിനെ വിളിക്കുന്നുണ്ട് നിധി. ഇത് കേട്ട് ഞെട്ടി നിൽക്കുന്നുണ്ട്. അത് മാത്രമല്ല, നിങ്ങളുടെ കല്യാണം ഞാൻ നടത്തി തരും, എല്ലാ ഒരു സജ്ജീകരണത്തോടു കൂടി, അതുപോലെ സുധീഷെ എന്നൊക്കെ കേട്ടപ്പോൾ കേട്ട് ഞെട്ടി നിൽക്കുന്നുണ്ട് സുധീഷ്. ആ സമയത്ത് തന്നെ സുഭാഷിന്റെ പറയുക, കണ്ടോ അവള് വിളിക്കാൻ പോയത് അവളെ, എനിക്ക് ഇഷ്ടമില്ല അവളെ, പിന്നെ നീ എന്തിനാ വിളിച്ചോണ്ട് നടന്നേ? എന്റെ അനിയത്തിരി പ്രായമുള്ളത്, ഞാൻ പിന്നെ നിധിയെ ഒന്ന് കളിയാക്കാൻ വേണ്ടിയാ ഞാൻ ഇതുവരെ കാണിച്ചത്. അതിനിപ്പം നിനക്കൊരു കാര്യം മനസ്സിലായോ? അവള് സീരിയസ് ആയിട്ട് എടുത്ത് വീട്ടിൽ കല്യാണം ആലോചിക്കാൻ വരെ പറഞ്ഞിരിക്കുക നിന്നെ. അതിന്റെ ഇടയ്ക്ക് ഇനി എന്തായിരിക്കും അവസ്ഥ എന്ന് എനിക്കറിയില്ല. അങ്ങനെ നിധിയും നികേഷും കൂടെ പോയ സമയത്ത് നിധിയുടെ തീരുമാനം കേട്ടിട്ട് പറയുന്നുണ്ട് സുഭാഷ് സുധീഷിന്റെ അടുത്ത്, എനിക്കൊരു കാര്യം മനസ്സിലായി, എന്തെന്നറിയാവോ? നീ അവളുടെ അടുത്ത് കാണിച്ചതിന്റെ ഇരട്ടി ദേഷ്യം ഇപ്പൊ നിന്റെ അടുത്ത് കാണിക്കാൻ പോകുന്നത്. അവളെ തീർച്ചയായിട്ടും ഇങ്ങോട്ട് വിളിക്കും ഓണത്തിന്റെ അന്ന്, നീ എന്ത് ചെയ്യും എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എനിക്ക് ഒന്നും അറിയില്ല, ഞാൻ ഈ വീട്ടിൽ കാണില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഇതിന് അവക്ക് ഞാൻ ഒരു തിരിച്ച് സർപ്രൈസ് ആയിരിക്കും ഞാൻ കൊടുക്കാൻ പോകുന്നത്. ആർക്കാ? നിധിക്ക്. നിധി എനിക്കിട്ട് എന്തെങ്കിലും വെച്ച് കഴിഞ്ഞാൽ ഞാൻ അവക്കിട്ട് കൊടുക്കാൻ പോകുന്നത് വലിയൊരു സർപ്രൈസ് ആയിരിക്കും, ഞെട്ടാൻ പോകുന്നത് നിങ്ങളായിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. നീതുവിനെ ഫോൺ വിളിച്ച് പറയുന്നുണ്ട്, ഓണത്തിന് വീട്ടിലൊരു വലിയൊരു ഫംഗ്ഷൻ ഉണ്ട്, ഞാൻ ഈ തുണി എടുത്ത് തരണത് നീ ഇട്ടോണ്ടാണ് വരാൻ വേണ്ടി എന്നൊക്കെ പറയുന്നുണ്ട്. ഏത് തുണിയാ? അത് ഞാൻ വീടിന്റെ ഫ്രണ്ടിൽ നിൽക്കുന്നുണ്ട്, നീ ഒന്ന് വാ എന്ന് പറയുന്നു പുറത്ത്. അങ്ങനെ ഒരു ഡ്രസ്സൊക്കെ എടുത്തിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പറയുക, ഇപ്രാവശ്യത്തെ ഓണം അടിപൊളിയാക്കാനാണ് നമ്മൾ തീരുമാനിച്ചത്, എല്ലാരും വിളിക്കുന്നുണ്ട്, നീ ഈ തുണിയിട്ട് അന്ന് വരണം കേട്ടോ എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ തന്നെ ചാന്ദിനിയും അതുപോലെ തന്നെ സുഭാഷ് ഡ്രസ്സൊക്കെ കൊണ്ട് കൊടുക്കുന്നുണ്ട്, പൂവൊക്കെ വാങ്ങിച്ച്. എന്തായാലും നമ്മുടെ വീട്ടിൽ ഫംഗ്ഷന് നീ വരണം. ഫംഗ്ഷൻ എന്ന് വെച്ചാൽ ഓണത്തിന് സദ്യ ഉണ്ടാവും, പായസം ഉണ്ടാവും, നല്ല രസമായിരിക്കും, എല്ലാവരും ഉണ്ട്. പിന്നെ ഒരു ഗസ്റ്റിനെ കൂടെ നിധി വിളിച്ചിട്ടുണ്ട്. അതാരാ? അത് സുധീഷിന്റെ ഗായു എന്ന് വിളിച്ചിരിക്കുന്ന ഗായത്രി, അവളും കൂടെ ഉണ്ടാവും. പക്ഷെ അത് വേണ്ടായിരുന്നു, ചുമ്മാ എന്തിനാ വിഷമിപ്പിക്കുന്നത് സുധീഷനെ? അത് ചുമ്മാ ഒന്നും ഇരിക്കട്ടെ. അന്നാണെങ്കിൽ ആ കുട്ടി മനസ്സിലാക്കണം ഇവന് വേറൊരു ഭാര്യയുള്ള കാര്യം. വേണ്ടി തന്നെയാ വിളിക്കാൻ വേണ്ടി ഞങ്ങൾ നിർബന്ധിച്ചത് എന്നൊക്കെ പറയുന്നുണ്ട് സുഭാഷ്. അങ്ങനെ എല്ലാവരും കൂടെ വീട്ടിലിരിക്കുന്ന സമയത്ത് വരുന്നുണ്ട് ഭാസ്കരൻ. വരുന്ന സമയത്ത് ഒരു കവറിൽ
ഗിഫ്റ്റും കൊണ്ടാണ് വരുന്നത്. വന്ന ഉടനെ നിധിയെ വിളിക്കുന്നുണ്ട്. ആ സമയത്ത് നിധി പോകുന്നുണ്ട്. അപ്പോഴത്തേക്കും കൊടുക്കുക ഒരു സാരിയും. ഇത് കണ്ടത് നിധിയുടെ കണ്ണ് നിറയുന്നുണ്ട്. വീട്ടിലെ ഓണാഘോഷത്തിന് എനിക്ക് വീട്ടിലെല്ലാവരും ഗിഫ്റ്റും അതുപോലെ തന്നെ സാരികളും തുണികളും എല്ലാം എടുത്തു തരാറുണ്ട്. എനിക്കാണെങ്കിൽ ഒന്നും അറിയണ്ടല്ലായിരുന്നു. പക്ഷേ ഇപ്പോഴാണെങ്കിൽ എനിക്ക് അങ്ങനെ ഈ വർഷം എന്ത് ഓണമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് എൻ്റെ അച്ഛൻ്റെ സ്ഥാനത്തുനിന്ന് അച്ഛൻ എനിക്ക് തന്ന ഈ സാരി എനിക്ക് വലിപ്പെട്ടതായിട്ടാണ് ഞാൻ കാണുന്നത് എന്നൊക്കെ പറയുന്നുണ്ട് കരഞ്ഞുകൊണ്ട് നിധിയാണെങ്കിൽ. ആ സമയത്ത് എല്ലാവരും വിഷമത്തിലിരിക്കുകയും ചെയ്യുന്നുണ്ട്. ആ സമയത്ത് നിധി പറയുക, എൻ്റെ വീട്ടിലെ ഓണാഘോഷം അത് ഇതുപോലെ തന്നെയായിരുന്നു, എല്ലാവരും കാണും, ഒന്നും എനിക്കറിയണ്ട, എനിക്കായിരുന്നു അവിടുത്തെ മുൻതൂക്കം തരുന്ന വീട്ടില്. ഇപ്പോഴാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യണമെന്ന് എനിക്കെന്നെ അറിയാത്തൊരവസ്ഥയാണ്. ഈ വീട്ടിലെ എന്നെ തന്നെ ഒരുപാട് മിസ് ചെയ്യുകയും ചെയ്യും എൻ്റെ വീട്ടിലെ എന്നൊക്കെ നിധി അവരുടെ അടുത്ത് പറയുകയും ചെയ്യുന്നുണ്ട്. വീട്ടിലെ എല്ലാവരും കൂടെ ചേർന്ന് അത്തപ്പൂവൊക്കെ ഇട്ട് ഓണത്തിന് തുടക്കം കുറിച്ചുകൊണ്ടുള്ള പാട്ടും അതുപോലെ തന്നെ ഭാസ്കരൻ്റെ പാട്ട് കേട്ടിട്ട് നിധിക്ക് ചിരി വരിക. ആ സമയത്ത് പറയുന്നുണ്ട് ഭാസ്കരൻ, ഞാനാണെങ്കിൽ പണ്ട് എൻ്റെ ഭാര്യയ്ക്ക് നല്ല പാട്ട് പാടി കൊടുക്കുമായിരുന്നു ഇതുപോലെ അത്തപ്പൂ ഇടുമ്പോഴത്തേക്കും. ഇപ്പോഴത്തേക്കിനെ അതൊക്കെ ഓർമ്മയായിരുന്നു. ഇപ്പം നിധി മോള് ഈ വീട്ടിൽ വന്ന പിന്നെ എനിക്ക് അതൊക്കെ പാടാൻ തോന്നുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഈ പാടുന്നത് എന്നൊക്കെ ഭാസ്കരൻ പറയുമ്പോഴത്തേക്കും എല്ലാവരും പറയുക, അല്ലെങ്കിൽ മിണ്ടാപ്പൂച്ചയായിട്ട് ഇവിടെ ഇരിക്കും. ദേഷ്യം വന്ന് കടയിൽ ഒരു സൈക്കിൾ എടുത്തുകൊണ്ട് പോണതാണ്. ഇന്ന് ഈ നിധി ചേച്ചി വന്നേ പിന്നെ ഈ ഓണത്തിന് എന്തൊക്കെ ഒരു മാറ്റങ്ങളാണ് ഉണ്ടായിരിക്കുന്നത്. കുടി നിർത്താതിരുന്ന ആള് ഇപ്പോഴത്തേക്കും വയ്യുന്ന പേരിലാണെങ്കിലും കുറച്ച് ദിവസം ആ ഒരു മദ്യപാനം അവർ നിർത്തി വെച്ചിരിക്കുക. ഇതെല്ലാം നിധി ചേച്ചിയുടെ ഒരു കഴിവുകൊണ്ട് തന്നെയാണ് എന്നൊക്കെ നികേഷ് പറയുന്നുണ്ട്. ഇത് കേട്ട് എല്ലാവരും ചിരിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതുപോലെ ആയിരുന്നാ മതിയായിരുന്നു എന്ന് സുഭാഷ് പറയുന്നുണ്ട്. എന്നെ കൂടുതൽ നിർത്തിക്കല്ലേ മോനെ എന്നൊക്കെ ഉടനെ തന്നെ ഭാസ്കരൻ പറയുകയും ചെയ്യുന്നുണ്ട്. ആ സമയത്ത് നിധി പറയുന്നു, ഇനി ഇങ്ങനെയൊന്നും കാണിക്കാൻ പാടില്ല, എന്നും ഇതേപോലെ വരണം, അതാ എനിക്ക് ഇഷ്ടം എന്നൊക്കെ പറയുന്ന കേട്ട് ഒന്നും മിണ്ടാതെ ഭാസ്കരൻ ഇരിക്കുകയും ചെയ്യുന്നുണ്ട്. എൻ്റെ സ്നേഹത്തോടെ നിധിയെ നോക്കുന്നത് നിധിയും അതുകൊണ്ട് തന്നെ തന്ന സമ്മാനത്തിന് തുറന്നു നോക്കുന്നുണ്ട്. നല്ല സാരി കണ്ടിട്ട് സുധീഷ് പറയുക, ഞാൻ എന്ത് കൊടുക്കാം അവക്ക്, എന്ത് സമ്മാനോ അവക്ക് ഇഷ്ടപ്പെടുക, ഒരു സാരിയാണോ അതോ എന്തായിരിക്കും എന്നൊക്കെ ഉടനെ തന്നെ ചിന്തിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ പിറ്റേ ദിവസം ആയപ്പോഴത്തേക്കും നിധിക്ക് ഒരു സമ്മാനം വാങ്ങണം എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് സുധീഷ് ഇറങ്ങി പോകുന്നുണ്ട്. എന്തായാലും എനിക്കായിരിക്കും ആദ്യത്തെ സമ്മാനം ഞാനായിരിക്കും കൊടുക്കണമെന്ന് എനിക്കുണ്ടായിരുന്നു. പക്ഷെ അച്ഛനത് തെറ്റിച്ചു. എനിക്കതുകൊണ്ട് അച്ഛൻ കൊടുത്തതിനേക്കാളും നല്ലൊരു വലിയ അവൾക്ക് ഓർക്കാൻ പറ്റുന്ന ഒരു സമ്മാനമായിരിക്കണം എനിക്ക് ഈ ഓണത്തിന് അവൾക്ക് കൊടുക്കേണ്ടത് എന്നൊക്കെ സുധീഷ് ആലോചിച്ചുകൊണ്ട് ഇറങ്ങുന്നുണ്ട്. അങ്ങനെ പോയിട്ട് നിധിക്ക് വേണ്ടിയുള്ള സാരികളും അതുപോലെ പൂക്കളും അതുപോലെ അതിന് മേച്ചായിട്ടുള്ള കമ്മലുകളും മാലയും അങ്ങനെ കുറേ സാധനമൊക്കെ ആയിട്ട് വാങ്ങിച്ചുകൊണ്ട് ഒരു കവറിൽ കൊണ്ടുവരുന്ന കണ്ടിട്ട് പെട്ടെന്ന് എടുത്തിട്ട് നിധിയുടെ കയ്യിൽ കൊടുക്കുന്നുണ്ട്. ഇത് കണ്ടിട്ട് എല്ലാവരും ഞെട്ടി നിൽക്കുകയാണ്. പ്രതീക്ഷിച്ചേക്കാളും നല്ല ഗിഫ്റ്റാണല്ലോ നിധിമോക്ക് കിട്ടിയിരിക്കുന്നത്. ഇത് പക്ഷെ എല്ലാവരും കാണേണ്ടതായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് സുഭാഷ്. ഇത് ഗായുവിന് എന്താ നീ കൊടുക്കുന്നത്? എനിക്ക് അവക്കൊരു ഗിഫ്റ്റും കൊടുക്കാനില്ല, എനിക്ക് നിധിക്ക് മാത്രമേ കൊടുക്കാനുള്ളൂ. ഇത് നേരത്തെ തോന്നിയിരുന്നെങ്കിൽ നീ ആ കുട്ടിയെ വിഷമിപ്പിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നോ? എന്തായാലും ഇത് ഓണത്തിന് തന്നത് വേണ്ട ഞാൻ വാങ്ങിച്ചത്. ഇനി ഇതിന്റെ പേരിൽ എനിക്ക് തന്നോട് ഇഷ്ടം കൂടുതലാ എന്നൊക്കെ വിചാരിക്കരുത് കേട്ടാ സുധീഷ് എന്നൊക്കെ പറയുന്നുണ്ട്. ഈ ഓണത്തിനെങ്കിലും എന്നെ ഒന്ന് സന്തോഷിപ്പിച്ചുകൂടെ നിധി എന്നൊക്കെ സുധീഷ് നിധിയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്. അങ്ങനെ എന്തായാലും ഒരാൾക്ക് പോലും ഒരു സാധനം വാങ്ങിച്ചു കൊടുക്കാതെ സുധീഷ് ഇത്രയും വില കൊടുത്ത് ഇങ്ങനെയൊക്കെ വാങ്ങിക്കണമെങ്കിൽ നിധിയോടുള്ള ഇഷ്ടം കൊണ്ട് തന്നെയാ. അതും ഞങ്ങളവരെ ഞെട്ടിപ്പോയി, എന്തൊക്കെ സാധനമാണ് നിധിക്ക് വാങ്ങിച്ചുകൊണ്ട് കൊടുത്തിരിക്കുന്നത്, ഇതൊക്കെ വാങ്ങാൻ അവനെ അറിയാമോ എന്നൊക്കെ സുഭാഷ് ചോദിക്കുന്നുണ്ട്. ഇത് കേട്ടതും എനിക്ക് എല്ലാം അറിയാം, ഇഷ്ടപ്പെട്ട ഒരാൾക്ക് എനിക്ക് വാങ്ങുന്നതിന് അടുത്ത് ചോദിക്കാനാ, അതുകൊണ്ട് ഞാൻ വാങ്ങിച്ചു. അപ്പൊ ഞങ്ങൾക്ക് നീ എന്താ വാങ്ങിച്ചത്? നിങ്ങൾക്ക് ഇനി വാങ്ങിച്ചു തരാൻ ദിവസം ഉണ്ടല്ലോ, വാങ്ങിച്ചു തരും. പക്ഷെ ഇതിന്റെ സ്പെഷ്യൽ ആയിട്ടുള്ള ഗിഫ്റ്റാണ് ഞാൻ കൊടുത്തത്, അത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാൾക്ക് എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും നിധി ഇങ്ങനെ നോക്കുന്നുണ്ട് സുധീഷിന്.